ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കഥ കേൾക്കാൻ റെഡിയല്ലേ? കുറച്ച് തിരക്കുകളായി പോയതുകൊണ്ട് കഥയിടാൻ അല്പം ഒന്ന് വൈകിപ്പോയി, ക്ഷമിക്കുക. ഈശ്വരൻ എന്നാൽ ആരാണ്? ഈശ്വരൻ എവിടെയാണ് വസിക്കുന്നത്? ഈശ്വരനെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കുറേ സംശയങ്ങൾ നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലുണ്ടല്ലേ? ശരിക്കും ഈശ്വരൻ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് വസിക്കുന്നത്. ഈശ്വരൻ നമ്മളുടെ ചുറ്റിനുമുണ്ട്. ഈ പ്രപഞ്ചം നിറയെ ഈശ്വര ശക്തിയുണ്ടല്ലേ? ഈശ്വരനെ മറന്ന് ഒരിക്കലും ജീവിക്കരുതെന്ന് മുതിർന്നവർ എപ്പോഴെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുമുണ്ടാവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടേ, ആരെങ്കിലും ഒരാൾ 1 രൂപ നാണയമെങ്കിലും തന്ന് നമ്മെ ഒരാപത്ഘട്ടത്തിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മളൊന്ന് വീണ് കിടന്നാൽ ഒരു കൈ തന്ന് നമ്മളെ ഉയർത്തെടുത്ത് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും മറക്കാൻ പാടില്ല. ആപത്ഘട്ടങ്ങളിൽ നമ്മളെ ആരാണോ സഹായിക്കുന്നത് അവരാണ് നമ്മുടെ ഈശ്വരൻ അല്ലേ? ആ ഈശ്വരനെ മറക്കുന്നവൻ ഒരിക്കലും മനുഷ്യനാവുമോ? മനുഷ്യനാവില്ല. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഈശ്വരൻ വസിക്കേണ്ടുന്നത് എവിടെയാണ്? നന്മയുള്ളിടത്തല്ലേ? നന്മയുള്ളിടത്ത് മാത്രമേ ഈശ്വരൻ വസിക്കുകയുള്ളൂ. തിന്മയുള്ളിടത്ത് ഒരിക്കലും ഈശ്വരൻ വസിക്കുകയില്ല. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നൊരു പഴഞ്ചൊല്ല് കൂടിയുണ്ട് അല്ലേ? ശരിക്കും പച്ച പരമാർത്ഥമായ ഒരു സത്യമാണത്. നമ്മുടെ മനസ്സ് വേദനിപ്പിക്കുന്നവൻ, നമ്മളെ മറന്നിട്ട്, നമ്മൾ ചെയ്ത ഉപകാരങ്ങൾ മുഴുവൻ മറന്നിട്ട് നമ്മളെ മനസ്സ് വേദനിപ്പിക്കുന്നവൻ ഇന്നല്ലേ നാളെ ആയാലും ആ ഈശ്വരൻ്റെ സാന്നിധ്യം അറിയും അല്ലേ? ആ ഈശ്വരൻ എന്താണെന്നറിയും. ഒരിക്കലും നമ്മൾ ഈശ്വരനെ മറന്ന് ജീവിക്കാതിരിക്കുക. ഒരു നിമിഷം കൊണ്ട് നമ്മളല്ലാതായി മാറാതിരിക്കുക. മുതിർന്നവരെ ബഹുമാനിക്കുക. എടുത്തു വളർത്തിയവരെ നിന്ദിക്കാതിരിക്കുക. ഒരിക്കൽ പോലും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതിരിക്കുക. അവിടെയൊക്കെ ഈശ്വരൻ നമുക്ക് നല്ലത് മാത്രം ചിന്തിക്കാനുള്ള അവസരങ്ങൾ തരട്ടെ. ശരിക്കും നമുക്ക് കഥയിലോട്ട് കടക്കണ്ടേ? നേരെ കഥയിലേക്ക് കടക്കാം. പതിവിന് വിപരീതമായി അക്ബറുടെ സദസ്സിൽ അന്ന് വൈകിയാണ് ബീർബൽ എത്തിച്ചേർന്നത്. വൈകാനുള്ള കാരണം ചക്രവർത്തി ബീർബലിനോട് ആരാഞ്ഞു. വീട്ടിൽ ഈശ്വര ആരാധനയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കർമ്മം ഉണ്ടായിരുന്നതിനാലാണ് താൻ വൈകിയതെന്ന് ബീർബൽ മറുപടി നൽകി. ബീർബൽ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഈശ്വരനെക്കുറിച്ച് വാഴ്ത്തുന്നുണ്ടല്ലോ, കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഈശ്വരൻ്റെ ആ സ്ഥാനം എവിടെയാണ്? ഈശ്വരൻ്റെ പ്രവർത്തികൾ എന്തൊക്കെയാണ്? ചക്രവർത്തിയുടെ ചോദ്യങ്ങൾക്ക് എന്തുത്തരം നൽകണമെന്ന് ആലോചിച്ച് ബീർബൽ വിഷമിച്ചു നിന്നു. അത് മനസ്സിലാക്കാൻ ചക്രവർത്തി തുടർന്നു. വിഷമിക്കേണ്ട, നാളത്തെ സദസ്സിൽ പറഞ്ഞാൽ മതി. പക്ഷെ ഒരു കാര്യം, എൻ്റെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നാളെ നൽകാതിരുന്നാൽ നിങ്ങൾ പിന്നീട് ഒരിക്കലും ഈശ്വരനെ പറ്റി സങ്കല്പിക്കുക പോലുമില്ലെന്ന് എന്നോട് സമ്മതിക്കണം. അന്ന് വളരെ വിഷമിച്ചാണ് ബീർബൽ വീട്ടിലെത്തിയത്. ശരിക്കും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉത്തരം നൽകിയില്ലെങ്കിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ ബീർബലിന് തീരെ മനസ്സമാധാനമില്ലാതായി. വേദപാഠങ്ങൾ ഉരുവിടുന്ന മകൻ അച്ഛൻ്റെ അവശതയ്ക്ക് കാരണം ആരാഞ്ഞു. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ അവൻ മനസ്സിലാക്കി. അല്പനേരം ആലോചിച്ച ശേഷം ആ കുട്ടി ബീർബലിനോട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കാതിരിക്കൂ. ചക്രവർത്തിയുടെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ തന്നെ ഉത്തരം അദ്ദേഹത്തിന് നൽകിക്കൊള്ളാം. മകൻ്റെ ബുദ്ധിശക്തിയിൽ വിശ്വാസമുണ്ടായിരുന്ന ബീർബൽ അവന് മൗനസമ്മതം നൽകി.
നേരം പുലർന്നു. പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം ബീർബലും മകനും രാജസദസ്സിലെത്തി. അവരെ കണ്ട ഉടൻ ചക്രവർത്തി ചോദിച്ചു, എന്താ ബീർബൽ, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായോ? പ്രഭു, അങ്ങയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എൻ്റെ മകൻ നൽകാമെന്നാണ് പറയുന്നത്. ബീർബലിൻ്റെ വാക്കുകൾ കേട്ട ചക്രവർത്തി ആ കുട്ടിയോട് ചോദിച്ചു, എന്താ കുഞ്ഞേ, ഞാൻ ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിനക്ക് കഴിയുമോ? കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഉത്തരം പറയുന്നതിന് മുൻപായി 2 കാര്യങ്ങൾ അങ്ങ് സമ്മതിക്കണം. ഒന്ന്, എൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു കഴിയുന്നതുവരെ ചക്രവർത്തി തിരുമേനി ഒരു കാരണവശാലും കോപിക്കരുത്. രണ്ടാമതായി, എന്നിൽ നിന്നും പുതിയ കാര്യങ്ങൾ അങ്ങ് മനസ്സിലാക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ അങ്ങയുടെ താൽക്കാലിക ഗുരുവും അങ്ങ് എൻ്റെ താൽക്കാലിക ശിഷ്യനുമാണ്. വിദ്യ അഭ്യസിക്കുന്ന ഗുരു ഉന്നത സ്ഥാനത്തും ശിഷ്യൻ താഴെയുമായിരിക്കണം എന്നാണല്ലോ പ്രമാണം. അതിനാൽ തൽക്കാലം അങ്ങയുടെ സ്ഥാനം എനിക്ക് തരണം. എൻ്റെ സ്ഥാനത്ത് അങ്ങ് നിൽക്കണം. യാതൊരു കൂസലും കൂടാതെയുള്ള ആ കുട്ടിയുടെ വാക്കുകൾക്ക് ചക്രവർത്തി സമ്മതം മൂളി. അദ്ദേഹം തൻ്റെ സിംഹാസനം ഒഴിഞ്ഞുകൊടുത്തു. ബീർബലിൻ്റെ പുത്രൻ സിംഹാസനത്തിലിരുന്നു. ചക്രവർത്തി താഴെയും. ഇന്നേ വരെ സംഭവിക്കാത്ത ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. സദസ്സിൽ പലർക്കും ഇതങ്ങട് രസിച്ചില്ല. സിംഹാസനത്തിലിരുന്ന കുട്ടി അക്ബറിനോട് പറഞ്ഞു, ഒരു പാത്രം പാൽ കൊണ്ടുവരണം. അക്ബർ ഉടനെ തന്നെ പരിചാരകന്മാരോട് ഒരു പാത്രം പാൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു. പക്ഷേ അത് വിലക്കിക്കൊണ്ട് ആ കുട്ടി പറഞ്ഞു, പാടില്ല, ഞാൻ അങ്ങയോടാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. അത് അങ്ങ് തന്നെ അനുസരിച്ചേ പറ്റൂ. അക്ബർ തന്നെ അകത്തുപോയി ഒരു പാത്രം പാൽ കൊണ്ടുവന്നു. ഈ പാലിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? കുട്ടിയുടെ ചോദ്യത്തിന് അക്ബർ പറഞ്ഞു, തൈർ, വെണ്ണ. അവയിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? മോരും നെയ്യും. എങ്കിൽ ഈ പാലിൽ നിന്ന് മോരും നെയ്യും എടുത്തു തരൂ. അത് പെട്ടെന്ന് കഴിയില്ല. പാൽ ഉറവയ്ക്കണം, പുളിക്കണം, പിന്നെ കടഞ്ഞെടുക്കുകയും വേണം. ചക്രവർത്തിയുടെ മറുപടി കേട്ട കുട്ടി തുടർന്നു, അങ്ങയ്ക്ക് ഇതറിയാം, പക്ഷേ ഈശ്വരനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ല അല്ലേ? മനസ്സിലായില്ല? സംശയത്തോടുള്ള അക്ബറിൻ്റെ മറുപടിക്ക് കുട്ടി വിശദീകരണം നൽകി. പാലിൽ മോരും നെയ്യും അടങ്ങിയത് കാണാൻ കഴിയില്ല. കഴിയണമെങ്കിൽ അതിന് പരിശ്രമവും കാലതാമസവും വേണം. അതുപോലെ ഈ വലിയ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ കാണാൻ ദീർഘകാല തപസ്യ കൊണ്ടേ സാധ്യമാവൂ. അതിനായി വിവിധ മതങ്ങൾ വിവിധ മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഇനി ഈശ്വരൻ്റെ ജോലിയെക്കുറിച്ചാണല്ലോ അങ്ങയുടെ സംശയം. ഏതാനും നിമിഷങ്ങളിൽ ഇവിടെ സംഭവിച്ചു തന്നെ അതിനുള്ള ഉത്തരം. ഒന്നുമല്ലാത്ത ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ചക്രവർത്തിയായ അങ്ങോ വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ടുവന്ന ഈ മാറ്റമുണ്ടല്ലോ, ഇതുതന്നെയാണ് ഈശ്വരൻ നടത്തുന്ന ജോലികൾ. സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ കുട്ടി ചക്രവർത്തിയുടെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അവിവേകത്തിൽ അങ്ങ് എന്നോട് ക്ഷമിച്ച് മാപ്പ് തരണം. ചക്രവർത്തിക്ക് സന്തോഷമായി. അദ്ദേഹം ആ കുട്ടിയെ ഗാഢമായി ആശ്ലേഷിച്ചു. കുട്ടിയുടെ ബുദ്ധിശക്തിയെ വാനോളം പുകഴ്ത്തിയ അദ്ദേഹം ബീർബലിനും പുത്രനും കൈനിറയെ സമ്മാനങ്ങൾ നൽകി. തൻ്റെ മകനും തന്നെപ്പോലെ കേമനാവും. ചക്രവർത്തിയുടെ വാക്കുകൾ കേട്ട ബീർബലിന് തൻ്റെ മകൻ്റെ ബുദ്ധിശക്തിയിൽ അങ്ങേയറ്റ അഭിമാനം തോന്നി. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഈശ്വരൻ എന്നാൽ എന്താണെന്ന് ഈ കഥ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായില്ലേ? ഈശ്വരനെ ഒരിക്കലും നിന്ദിക്കാനോ അവഗണിക്കാനോ പാടില്ല. ഈശ്വര നിന്ദ കൊണ്ട് തന്നെ നമുക്ക് പല ആപത്തുകളും പല സമയങ്ങളിലും സംഭവിക്കാറുണ്ടല്ലേ? അതുകൊണ്ട് തന്നെ ഈശ്വരനെ ഭയന്ന് ജീവിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക, മുതിർന്നവരെ ധിക്കരിക്കാതിരിക്കുക, മുതിർന്നവരെ